എല്ലാവർക്കും നമസ്കാരം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാനിത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇതുപോലെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റുകളിലും സമ്മിറ്റുകളിലൊക്കെ പോകാറുണ്ട്. അതെല്ലാം ഇങ്ങനെ മാധ്യമങ്ങൾ നടത്തുന്ന ഫെസ്റ്റുകളാണ്. ഞാനിവിടെ വിചാരിച്ചിരുന്നത് കോളേജ് പിള്ളേരാണല്ലോ, പൊതുവെ പോകുമ്പോഴൊക്കെ ഒന്നല്ലെങ്കിൽ ബ്ലേസറോ ഫോർമൽസൊക്കെ ഇട്ടാണ് വരാറ്. ഞാനിന്ന് ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കോളേജ് കുട്ടികളായിരിക്കും കൂടുതൽ എന്ന് കരുതി. എന്നിൽ മുമ്പിലും പുറകിലായിട്ട് കുട്ടികളുണ്ട്. പൊതുവേ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടും ഫൺ ഫീൽഡൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സബ്ജക്റ്റിൻ്റെ സീരിയസ്നെസ് കൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തരുന്നു. എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് വെച്ചാൽ, നമ്മൾ പരിഗണിക്കപ്പെടാതെ പോവുക, നമ്മൾ അവഗണിക്കപ്പെടുക, നമ്മൾ മാറ്റി നിർത്തപ്പെടുക. ഈ ഒരു അനുഭവം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നോക്കുമ്പോൾ ഐ ഫീൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ശരിയല്ലേ? നമ്മൾ ഒരു 1.5 മണിക്കൂർ യാത്ര നടത്തി. എന്നോട് പറഞ്ഞ 4:50 എൻ്റെ സെഷൻ എന്നാണ്. ഞാനിവിടെ 4:30 എത്തി. 4:50 സെഷൻ തുടങ്ങാൻ പോയപ്പോൾ എന്നോട് ഓർഗനൈസേഴ്സ് വന്നിട്ട് പറഞ്ഞു, സ്പീക്കർ വന്നിട്ടുണ്ട്, നമ്മൾ സ്പീക്കറിൻ്റെ സെഷൻ ആദ്യം വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഏതാണ്ട് 1.25 മണിക്കൂർ ഡിലേ ആയി. അവിടെ ഇരിക്കുന്ന ഞാൻ ഫോമോയിലൂടെ കടന്നു പോയായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി ഇവിടേക്ക് അപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു റെഡ് ടീഷർട്ട് ഇട്ട് അത് വന്നാൽ ഉപകാരമായിരുന്നു. ഞാൻ പല്ല് കടിച്ചേക്കുന്ന ഒരു ഫോട്ടോ ആണത്. ഇതെന്തോ സംസാരിക്കുന്ന ഒത്തിരി നല്ല ഫോട്ടോസ് എൻ്റെ വേറെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ എന്താ പറഞ്ഞ് നിൽക്കണോടത്തൊരു സ്ക്രീൻഷോട്ടിൽ എന്തോ പറഞ്ഞത് പുറത്തെത്തിയിട്ടില്ല ആ ഫോട്ടോയിൽ. അപ്പോൾ ഞാനും കടന്നു പോകുന്നുണ്ട് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഡെയിലി ഞാനും എവിടെയൊക്കെയോ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചത്, എനിക്കിത് കഴിഞ്ഞ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് എൻ്റെ പബ്ലിഷറായിട്ട്. സമയം ഡിലേ ആവൂ, ചോദ്യങ്ങൾ ഇനി കൂടുതൽ ചോദിക്കപ്പെടരുതെന്നൊക്കെ ഞാൻ ഉള്ളിരുന്ന് ആലോചിക്കുക. കാരണം ഇത് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് എത്താനുണ്ട്. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. ഈ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യപ്പെട്ടത് ഹാർവേഡ് ബിസിനസ് സ്കൂളിലാണ്. 2004 ഹാർവേഡിലെ ന്യൂസ് പേപ്പറിൻ്റെ പേര് ദി ഹാർബസ് എന്നാണ്. ഹാർബസ്. പാട്രിക് മെഗ്ഗിൻസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അന്ന് എഴുതിയൊരു ആർട്ടിക്കിളാണ് ദ സോഷ്യൽ തിയറി. ഈ സോഷ്യൽ തിയറിയിൽ അയാൾ പറയുന്ന കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആൻഡ് FOBO. ഫോബോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും? നമ്മളെല്ലാവരും എന്തുകൊണ്ടോ സംസാരിച്ചത് മുഴുവൻ ഫോമോയെ കുറിച്ചിട്ടാണ്. ഫോമോയുടെ ഒപ്പം വരുന്ന മറ്റൊരു പ്രയോഗമാണ് ഫോബോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ് എന്നുള്ളതാണ്. ഇങ്ങനൊരു ടേം വരാൻ തന്നെ കാരണം ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ സ്റ്റുഡൻസിൻ്റെ പല ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടാവും, ബ്രേക്കപ്പ് പാർട്ടീസ് ഉണ്ടാവും, സക്സസ് പാർട്ടീസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഹാർവേഡിൽ പഠിക്കുന്ന ഏതാണ്ടൊരു 500 600 അല്ലെങ്കിൽ 2000, എനിക്ക് നമ്പേഴ്സ് അറിയില്ല, ഇങ്ങനെ കുറേ പേർക്ക് ഇൻവിറ്റേഷൻസ് വരും. ഇന്ന് എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, യു ആർ ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആൾ മറ്റൊരാളോട് പറയും, എടാ ഇന്ന ബർത്ത്ഡേ പാർട്ടിക്ക് നിന്നെ വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഒരു ദിവസം തന്നെ 50 60 ബർത്ത്ഡേ പാർട്ടികൾക്ക് ഇൻവിറ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പോലും ഇൻവിറ്റേഷൻ കിട്ടാത്ത ഒരുത്തൻ അവൻ സ്വയം ചോദിക്കാൻ തുടങ്ങി, വാട്ട്സ് മൈ വാല്യൂ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരാൾ നിങ്ങളെ കല്യാണം വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നിങ്ങളെ കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തേണ്ടതാണ്. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാണ്ട് ഒരാൾ കടന്നു പോയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഫോമോ ആൻഡ് ഫോബോ. ഫോബോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം സിനിമയിൽ നിന്ന്. സിനിമയിൽ പലപ്പോഴും നിങ്ങൾ ഈ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും. ആസിഫ് അലി നായകനാവുന്ന സിനിമയിലേക്ക് 18-നും 26-നും ഇടയിലുള്ള നടിമാരെ തേടുന്നു. നമ്മുടെ നാട്ടിലെ ലീഡിങ് ആക്ട്രസ് ആവാൻ ഒരുപാട് പേരുണ്ട്. സെക്കൻഡ് ഹീറോയിൻ റോളുകളും സൈഡ് റോളുകളും ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഓഡീഷന് പോവും. എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരിയുണ്ട്, പല ഓഡീഷന് പോകുന്ന അവർ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണത്. അവരെ വിളിച്ച് പറയും, വേറൊരാൾ ഫിക്സായി, നിങ്ങൾ ഓക്കെ ആയിരുന്നു, പക്ഷെ പ്രൊഡ്യൂസറിന് പ്രിയപ്പെട്ട മറ്റൊരാളുണ്ടായിരുന്നു, അവരുടെ കസിനോ ആരോ,
അങ്ങനെ നിരന്തരം ഓഡീഷനുകൾക്ക് പോയി പുറന്തള്ളപ്പെടുന്ന ഒരു പെൺകുട്ടി, ഷീ ഫീൽസ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇപ്പം എന്താണ് ഫിയർ ഓഫ് ബെറ്റർ ഒബ്ജക്റ്റീവ്സ്? നമ്മുടെ നാട്ടിലെ ഒരു ലീഡിങ് ആക്ട്രസ്, അവരുടെ മുമ്പിൽ ഒരേ സമയം 2 സ്ക്രിപ്റ്റ് വരികയാണ്. ആദ്യത്തെ സ്ക്രിപ്റ്റ് എസ് രാജമൗലിയുടെയാണ്. രാജമൗലി ചെയ്യുന്ന പുതിയ പടത്തിൽ ഒരു ക്യാമിയോ റോളാണ്, ചെറിയ റോളാണ്, 5 മിനിറ്റ് 7 മിനിറ്റത്തേക്കേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റോളാണ്. ആ ഓപ്ഷൻ്റെ അതേ സമയത്ത് അതേ ഷൂട്ടിംഗ് ടൈമിലാണ് മോഹൻലാലിൻ്റെ നായകനായിട്ട് ഒരു ത്രൂ ഔട്ട് വേഷം കേരളത്തിലൊരു പടത്തിൽ. ഏതെടുക്കും? ഇതാണ് ഫിയർ ഓഫ് ബെറ്റർ ഒബ്ജക്റ്റീവ്സ്. വിവാഹം കഴിച്ച എല്ലാവർക്കും തോന്നുന്നത് ഇത് തന്നെയാണ്. ഇതിലും നല്ലതായിരുന്നോ അത്? ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. ഈ ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസും ഫോമോയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങും എത്തില്ല. ഇതിനെ പറയുന്നത് അനാലിസിസ് പാരാലിസിസ് എന്നാണ്. നിങ്ങൾ എന്തിനേ ഇങ്ങനെ എനിക്കെന്താ ഇത് കിട്ടിയത്, അവൻ്റെ ഭാര്യയെ നോക്കൂ, എന്ത് സമാധാനമാണ് അവന് കിട്ടുന്നത്, ഇങ്ങനെ നിങ്ങൾ എന്തിനു അനലൈസ് ചെയ്താൽ ഈ സിറ്റുവേഷനിൽ എന്നെ എന്താ വിളിക്കാതിരുന്നത്, ഞാൻ 4:50 എത്താന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് സ്പീക്കർ കേട്ട്, ഞാൻ അനലൈസ് ചെയ്താൽ ദാറ്റ് വിൽ ലീഡ് ടു പാരാലിസിസ്. CJ റോയ് സാർ ആത്മഹത്യ ചെയ്ത വാർത്ത വേദനിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് എല്ലാം എടുത്ത് നോക്കിയാൽ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്തൊരു മനുഷ്യൻ. ഒരു മൊമെന്റിൽ ഒരു റെയ്ഡ് വരുന്നു, സത്യാവസ്ഥകൾ എനിക്ക് അവിടെ നമ്മൾക്കിപ്പോൾ കേട്ട അറിവുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്നു. പെട്ടെന്ന് ഒരാൾ കയറി സ്പ്ലിറ്റ് സെക്കൻഡിൽ ഗണ്ണെടുത്ത് ചെസ്റ്റിലേക്ക് ചൂണ്ടി വെടിവെച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, മരണത്തിലേക്കുള്ള വഴി ഈസി ആയിരുന്നു. ഈ ഗൺ ഷോട്ട് എപ്പോഴും അവൈലബിൾ ആണ്, ഇറ്റ്സ് ഈസി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പം ഒരു സ്വിച്ചും കൂടി തന്നുവിടാൻ കരുതുക. ജീവിതം എപ്പം അടുക്കുന്നോ, ഇനി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ സ്വിച്ച് അമർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പം ഞെക്കിന്ന് വെച്ചാൽ മതി. ഐസ്ക്രീം കിട്ടാത്തതിൻ്റെ പേരിൽ, ടൂറിന് വിടാത്തതിൻ്റെ പേരിൽ. കാരണം മരണം ഈസിലി ആക്സസിബിൾ ആണ്. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ ഏതൊരാളും മറ്റൊരു മെത്തേഡോട് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിലോട്ടോ ഏതെങ്കിലും തരത്തിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് ഡിലേ ചെയ്യാനുണ്ട്. സ്വിച്ച് ഇട്ടാൽ നിങ്ങൾ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ സ്വിച്ച് ഇട്ടേനെ. മരണം അത്ര ഈസി അല്ല. അതിന് ഈസിലി അവൈലബിൾ ആക്കുന്ന ഒന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനകത്തേക്ക് പോയെന്നിരിക്കും. പെട്ടെന്നുണ്ടായ ഒരു അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെയോ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതുവരെ നേരിടാത്തൊരു പ്രത്യേക ക്രൈസിസ് വന്നപ്പോഴോ അനാലിസിസ് പാരാലിസിസ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ടാകുമായിരുന്നില്ലേ? ഈ അനാലിസിസ് പാരാലിസിസിനെ നമ്മൾ മറികടക്കണം എന്നുള്ളതാണ് ഈ ഫോമോയുടെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട ഒരു കാര്യം. പണ്ടൊരികെ ഒരു മനുഷ്യൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ജീവിതം ഭയങ്കര മടുപ്പാണ്, എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പം സൈക്കോളജിസ്റ്റ് അയാൾ പറഞ്ഞു, എനിക്കൊരു കാര്യം സജസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ കഥ മൊത്തം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇവിടെ തൊട്ടടുത്തൊരു സർക്കസ് നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ അവിടെ 3 തവണ അവരുടെ ഷോ കണ്ടു. 3 തവണയും പോയി കാണാൻ കാരണം അവിടുത്തെ ജോക്കറാണ്. ഇൻട്രസ്റ്റിംഗ് ട്രിക്സ് ആണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ഓരോ ട്രിക്സ്. അയാളിങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ നിങ്ങൾക്കൊരു ടെമ്പററി സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ പോയിട്ട് ആ സർക്കസ് ഒന്ന് കാണാം, ആ ജോക്കറിൻ്റെ ട്രിക്കുകൾ ഒന്ന് കാണാം, നിങ്ങൾ ചിരിച്ചിരിക്കും. അപ്പം അയാൾ പറഞ്ഞു, സാർ ഞാനാണ് ആ ജോക്കർ, സാർ ഞാനാണ് ആ ജോക്കർ. ഇത്രയും നേരം എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന, ആ ഡോക്ടറിനെ പോലും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, അയാൾ ഡിപ്രഷനിലൂടെ കടന്നു പോവാണ്. നിങ്ങൾക്ക് എന്ത് ധാരണയുണ്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ച്? ഇപ്പം എന്നെക്കുറിച്ച് പലരും പറയുന്നത്, അയാൾക്ക് എല്ലാത്തിനുള്ളൊരു ഉത്തരം കയ്യിലുണ്ടല്ലോ, അയാൾ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒരാളാണല്ലോ, നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ അതിനകത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യം ഇതാണ്, ജോസഫ് നിങ്ങൾ ഇത്ര ലക്കിയാണ്, നിങ്ങൾക്ക് സങ്കടം വന്നാൽ നിങ്ങളുടെ തന്നെ വീഡിയോസ് കണ്ടാൽ പോരെയെന്ന്. ഞാൻ പോകുന്ന എല്ലാ വേദിയിലും ഞാൻ ഈ വാചകം റിപ്പീറ്റ് ചെയ്യും. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരം നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോ കണ്ടാൽ ഞാൻ രക്ഷപ്പെടുന്നതാണ്. എൻ്റെ വീഡിയോസിൽ ഏറ്റവും വൈറലായൊരു വീഡിയോ ബ്രേക്കപ്പിനെ കുറിച്ചിട്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ ആ വാചകം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വാചകം ഇങ്ങനെയായിരുന്നു, എവറി ബ്രേക്കപ്പ് ഈസ് എ വേക്ക് അപ്പ് കോൾ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്ക് അപ്പ്, വേക്ക് അപ്പ്. നിങ്ങൾക്ക് ഐഡിയ തോന്നുന്നു, ഐ അണ്ടർസ്റ്റാൻഡ്.
എവിടെയെങ്കിലും പണി കിട്ടിയതിൻ്റെയോ സർവൈവ് ചെയ്തതിൻ്റെയോ ആയിരിക്കും. ഇത് പറഞ്ഞിട്ട് ഈ സംഗതി ഭയങ്കര വൈറലായത്. ടെഡിലാണ് ഞാൻ ഈ ടോക്ക് കൊടുത്തത്. ഇംഗ്ലീഷിലായതുകൊണ്ട് അത് നോർത്ത് ഇന്ത്യൻസ് പോലും കാണുകയും 34 ലക്ഷം വ്യൂസുള്ള വീഡിയോ ഏത് മാറി. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 2018 എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് 2021. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല. എൻ്റെ വാചകങ്ങൾ എന്നെ നോക്കി ഇങ്ങനെ പല്ലിളിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എല്ലാവരും സങ്കടത്തിലാണ്. ഞാൻ റോയ് സാറിൻ്റെ കാര്യം വീണ്ടും എടുത്ത് പറയാൻ കാര്യം, ഇത് നാളെ യൂട്യൂബിൽ വരും ആളെങ്ങനെ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് അല്ല ഡ്രം ലിസ്റ്റ് ആണെന്ന് പറഞ്ഞേ. ബക്കറ്റ് ലിസ്റ്റ് ഫില്ല് ചെയ്തു. ഒരു ഡ്രമ്മിൽ എന്തോരോ ആളുകൾക്ക് ഒരു ഡ്രമ്മിൽ മുഴുവൻ ലിസ്റ്റുകൾ എഴുതിയിട്ടാണെങ്കിൽ അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു. എനിക്കൊന്നും വേണ്ട. ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പൈലറ്റ് പറയുകയാണ്, ഇപ്പോൾ ഈ പ്ലെയിൻ ക്രാഷ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് തുള്ളും എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഓൺ എ സ്പ്ലിറ്റ് സെക്കൻഡ് കടൽ പോലെ പ്രശ്നങ്ങൾ മുമ്പിലേക്ക് വന്നപ്പോൾ എന്ത് തന്നെയാണ് അതിൻ്റെ പുറകിലെങ്കിലും ആ ഗണ്ണെടുത്ത് ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യൻ നിറയൊഴിച്ച് എന്തുകൊണ്ടായിരിക്കും? ഐ ഡോണ്ട് നോ ഇഫ് ഐ കമ്മിറ്റ് സൂയിസൈഡ്. ഐ ഡോണ്ട് നോ. സൂയിസൈഡിനെ പ്രേരിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഇതായിരിക്കും ഈ വീഡിയോൻ്റെ തംബ്നെയിൽ. അപ്പൊ എങ്ങനെയായിരിക്കാം ഇതിനെല്ലാം സർവൈവ് ചെയ്ത് നമ്മളിവിടെ എത്തിയത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫോബോ, അനാലിസിസ് പാരാലിസിസ്, ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടുമെന്ന് കരുതി കിട്ടിയതിൻ്റെ വില കളയരുത്. എൻ്റെ ഗുരു പറഞ്ഞ പോലെ, ജോസഫേ, ഒരാൾ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയാണ്, എടി ഞാൻ എന്നാ സുധാകരൻ്റെ വീട്ടിൽ പോയി സുധാകരൻ്റെ ഭാര്യ ഉണ്ടാക്കിയെന്ന ചായ. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ചായ വിട്ട് പച്ചവെള്ളം കിട്ടില്ല വീട്ടിൽ നിന്ന്. കിട്ടിയതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചുകൂടി നല്ലൊരു അപ്പൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി നല്ലൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ബന്ധങ്ങളും ഈ ദാമ്പത്യം പോലും മൊബൈൽ കണക്ഷൻ എടുക്കുന്ന പോലെയാണ്. ജിയോൻ്റെ എടുത്താൽ ചിലപ്പോൾ ഫുൾ ടൈം ടോക്ക് ടൈം ഫ്രീ ആയിരിക്കും, ഇൻ്റർനെറ്റിന് പൈസ കൂടുതലായിരിക്കും. എയർടെലിൻ്റെ വേറെ ഓപ്ഷൻസ് പ്ലാനുകളായിരിക്കും. ഡിഫറെൻറ്റ് പ്ലാനുകളാണ് ഓരോരുത്തർക്ക്. നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജ് ചെയ്യാനാണ് ആഗ്രഹം, പക്ഷെ കിട്ടിയത് ഡാറ്റ പാക്കാണ്. ഡാറ്റ കൊണ്ട് ജീവിക്കുക എളുപ്പം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഉപദ്രവിക്കുന്ന, ചീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണെങ്കിൽ യു ഹാവ് എവറി റൈറ്റ് ടു ലീവ്. പക്ഷെ അതിൻ്റെ അങ്ങനെ അത്ര വൃത്തിയുടെ മനുഷ്യർ. പക്ഷെ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഏറ്റവും നല്ലത് എന്നൊന്നില്ല. യു വോണ്ട് ഗെറ്റ് ദി ബെസ്റ്റ് പേഴ്സൺ, പ്രേ ദാറ്റ് യു ഗെറ്റ് എ സ്യൂട്ടബിൾ പേഴ്സൺ. ഞാൻ യൂത്ത് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ കിട്ടിയെന്നറിയാം. പ്രേ ഫോർ എ സ്യൂട്ടബിൾ പേഴ്സൺ. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് ചേർന്ന് പോകുന്നൊരു വ്യക്തി. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അപ്പൻ യാത്രാപ്രിയനും അമ്മ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പച്ചൻ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഇസ്രായേലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പനീ യേശുവിനെ കുറിച്ച് തറച്ച നാടുകളൊക്കെ കാണണം. അമ്മ പറഞ്ഞു, മക്കൾക്കൊന്നും ജോലി ആയിട്ടില്ല, പൈസ ഇല്ല, എന്തോ ഒരു എമൗണ്ട് ആവും ഇതിന്. അപ്പം പറഞ്ഞു, എടി ഇതിനൊക്കെ ഒരു സമയം കാലം നോക്കിയാൽ നമ്മൾ ഇങ്ങും എത്തില്ല, നീ ഇപ്പം വാ. അമ്മ പറഞ്ഞു, നടക്കൂല. അപ്പം പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ, നീ ഇതെങ്ങനെ പറയണേ, നമ്മളങ്ങനെ ഒരുമിച്ച് എങ്ങും പോയിട്ടില്ലല്ലോ, മക്കളൊക്കെ എങ്ങനെയൊക്കെ എത്തിക്കോളും. അപ്പം അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര താല്പര്യം നിങ്ങളവിടെ തന്നെ പോ. എൻ്റെ അപ്പൻ അനുസരണയുള്ള ഒരു ഭർത്താവാണ്. പുള്ളി തന്നെ പോയി. ഇന്നും അമ്മേ നമുക്ക് സർവമായ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കോ, അപ്പനപ്പ കിടന്നിങ്ങനെ വെച്ചാൽ ഇത് എന്താ ഇങ്ങനെ വരാം. അപ്പം അപ്പ ആക്സെപ്റ്റ് ഇറ്റ്. എത്ര വർഷമായി? 50 വർഷം ആവാൻ പോകല്ലേ കല്യാണം കഴിച്ചിട്ട്. ഇപ്പോഴിതിങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് മൈ മദർ. പോലെ അപ്പൻ എല്ലാവരും നാട് നന്നാക്കി കിടക്കുന്ന ഒരാളാണ്. നാട് നന്നാക്കി കിടക്കുന്ന ഒരാൾ. ഞങ്ങളുടെ വീട്ടിൽ കുട്ടിക്കാലം തുടങ്ങി മക്കൾക്ക് എന്ത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായാലും ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും വന്നിട്ട് പറയുന്നു, ജോസാറിൻ്റെ ഒരു മിടുക്ക് മക്കൾക്ക് കിട്ടാണ്ടിരിക്കുമോ? ഞങ്ങളെ പഠിപ്പിച്ചതും ഭക്ഷണം ഉണ്ടാക്കി തന്നതും എല്ലാം ചെയ്ത അമ്മയാണ്. ഒരു കന്യാസ്ത്രീ വീടിൻ്റെ മുമ്പിലിരുന്നിട്ട് അപ്പനെ പൊക്കി പറയുമ്പോൾ അമ്മ അകത്തിരുന്ന് ചപ്പാത്തി മലത്തി അടിക്കും. ഇങ്ങനെ ഇതാ കന്യാസ്ത്രീനെയാണ് മലത്തി അടിക്കുന്നത്. അപ്പനോട് ഞാൻ പറയും, അമ്മയോട് ഞാൻ പറയും, അപ്പനിങ്ങനെ നടന്നതുകൊണ്ട് അമ്മേ നമുക്കൊരുപാട് കോണ്ടാക്റ്റുകൾ കിട്ടിയില്ലേ. മൂത്ത ചേട്ടൻ ആദർശന് ജോലിയുടെ ഒരു തടസ്സം വന്നപ്പോൾ അപ്പനിങ്ങനെ നടന്നത് കൊണ്ടുണ്ടായ ഒരു ബന്ധത്തിൻ്റെ റെക്കമെൻഡേഷൻ അല്ലേ
ആദർശന് ജോലി കിട്ടിയത്? ഒന്നും അതിൽ തന്നെ പാഴായിട്ടില്ല അമ്മേ. അപ്പനിനി പിടിച്ച് ഇയാളെ വീട്ടിലിരുത്തി എല്ലാ നേരം നാട് നന്നാക്കാൻ നടക്കുന്നു. ചിലപ്പോ അപ്പൻ അതില്ലെങ്കിൽ അപ്പം മരിച്ചു പോയാലോ? അപ്പനിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓരോ പരിപാടികൾ പോവുക, സംഘടിപ്പിക്കുക, അതിലാണ് അപ്പൻ്റെ ലൈഫ്. അമ്മയ്ക്ക് ആഗ്രഹിക്കുന്ന പോലെ അപ്പൻ ഇവിടെ കെട്ടിയിട്ടാൽ അപ്പൻ വീട്ടിലുണ്ടാവും, അത് അപ്പനായിരിക്കില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഫോമോയുടെയും ഫോബോയുടെയും ഉത്തരം. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഏറ്റവും ഒച്ചയടിക്കുന്ന സ്ത്രീയാണ്. ബൈക്കിൻ്റെ കീ എവിടെയാന്ന് അപ്പനോട് ചോദിച്ചാൽ അപ്പൻ വനദേവതയായിട്ട് ഇതായിരിക്കുമോ നിന്റെ ബൈക്കിൻ്റെ കീ എന്ന് ചോദിക്കുന്ന അത്രയും വിശുദ്ധനാണ്, ജെന്റിലാണ്. അമ്മയോടെങ്ങാൻ ചോദിക്കുകയാണ് ബൈക്കിൻ്റെ കീ കണ്ടോ അമ്മേ? ഞാൻ വീട്ടിൽ ബൈക്ക് ഓടിച്ചാള്, കമ്മേ നിനക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നീ ചെയ്യടാ. അവർ ഒച്ചയെടുത്തത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കുറേ കാലം എടുത്തു. വീട്ടിലെ എല്ലാ പണിയും എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ജെന്റിലാവാൻ സമയം കുറവാണ്. അപ്പം നാട് നന്നാക്കി തിരിച്ചു വരുമ്പോൾ ജെന്റിലാവാൻ എളുപ്പമായിരുന്നു. ദാറ്റ് ഡസന്റ് മീൻ മൈ ഫാദർ ഇസ് ബെറ്റർ. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, ഈ അപ്പൻ ഇങ്ങനെ പുറത്ത് നടക്കുന്നതുകൊണ്ടും കുടുംബത്തിന് ഉപകാരമുണ്ട്. എൻ്റെ അമ്മ ഇങ്ങനെ ഒച്ചയെടുക്കുന്നതുകൊണ്ട് അവർ മോശപ്പെട്ട സ്ത്രീ ആകുന്നില്ല, വീട്ടിലെ പണി മുഴുവൻ അവരാണ് എടുക്കുന്നത്. അങ്ങനെ എപ്പോഴും ഒച്ചയെടുക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയോട് തർക്കിച്ചിരുന്ന മകൻ അമ്മയുടെ പേര് സ്വന്തം പേരിൽ ചേർത്തു, മകൻ ഫേമസ് ആയി. എൻ്റെ അമ്മയെ ഏതാണ്ട് ഒരു 10-20 കൊല്ലം കളിയാക്കിയ ഒച്ച അമ്മ എന്താ ഇങ്ങനെ, അമ്മയ്ക്ക് മിണ്ടാണ്ടിരുന്നത്, എല്ലായിടത്തും കയറി കക്ക. പിന്നെ എനിക്ക് മനസ്സിലായി, ഷീ ഹാസ് ബിക്കം ലൈക്ക് ദാറ്റ്, ഓർ വി മെയ്ഡ് ഹെർ ലൈക്ക് ദാറ്റ്. 4 ആമ്പിള്ളേരുടെ ജീവിതം, എൻ്റെ അപ്പന് 3 ആമ്പിള്ളേരും. പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, ഇപ്പം ഇവിടെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുമല്ലോ, 5000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് ഇൻഫ്ലുവൻസറാണ്. എൻ്റെ ഓർമ്മയിൽ ഗാന്ധിജി, അബ്ദുൽ കലാം ഒക്കെ ആയിരുന്നു ഇൻഫ്ലുവൻസർ. എന്നെ പരിചയപ്പെടാൻ പറഞ്ഞത്, ഹായ് ജോസഫ്, ഞാൻ ഇൻഫ്ലുവൻസറാണ്. ആര് പറഞ്ഞിട്ട്? എന്നെ താങ്ക് യു, എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാതിരുന്നത്. ഇവിടെ എന്തൊക്കെ എഴുതിയാണെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കറിന് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹ്യൂമൻ ഹൂ ഈസ് പ്രാക്ടീസിങ് കമ്പാഷൻ. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച്, പബ്ലിഷറാണ് അവൻ. ഞാൻ പറഞ്ഞടാ, നമ്മുടെ ഡിസ്കഷൻ കുറച്ച് ഡിലേ ആവും, സ്പീക്കർ വന്നിട്ടുണ്ട്, ഹീസ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ കുറച്ച് ഡിലേ ആവും. അല്ലാണ്ട് ഇവിടെ കണ്ടിട്ട് ഇതെന്ത് എന്താ ഓർഗനൈസർ വിളിച്ചിട്ട് ഇത് പരിപാടി പെട്ടെന്ന് തീർക്ക്. നല്ല രീതിയിലൊരു സെഷൻ പോയിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ ചോദ്യം ചോദിക്കുന്ന, ആളുകൾ എൻജോയ് ചെയ്യുന്നു. അവന് വേണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ പല കാര്യങ്ങൾക്കും ഉത്തരവുണ്ട്. ഞാൻ ഫോം അനുഭവിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ആദ്യത്തെ ഓർമ്മ, ഞാൻ ഒറ്റപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സെമിനാരി പഠിച്ച ഒരാളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ ബാസ്കറ്റ് ബോൾ ടീമിൽ കയറുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഞാൻ തിരക്കേടില്ലാണ്ട് കളിക്കും. ഇപ്പം എൻ്റെ സീനിയർ ബ്രദറോട് ഞാൻ ചോദിച്ചു, ഞാൻ ടീമിലുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ടീമിലുണ്ടെങ്കിൽ നാളെ നമ്മുടെ താഴത്തെ ക്ലാസ് റൂമിൽ ജേഴ്സീസ് ഉണ്ടാവും, ആ ജേഴ്സിയിൽ നിൻ്റെ പേരുണ്ടെങ്കിൽ നീ ടീമിലുണ്ട്. ഞാൻ പ്രതീക്ഷയോടുകൂടി പിറ്റേ ദിവസം രാവിലെ ക്ലാസ് റൂമിൽ ചെന്ന് ഓരോ ജേഴ്സിയും മറച്ചു നോക്കാണ്. പോൾ, ജേക്കബ്, ജോൺ, ജ്യോതിസ്, എൻ്റെ പേരില്ല. മറിച്ചും തിരിച്ചും നോക്കി. ഞാൻ ഈ സീനിയറായിട്ടുള്ള ക്യാപ്റ്റനോട് ചോദിച്ചു, എൻ്റെ പേര് കണ്ടില്ലല്ലോ. അത് നിൻ്റെ പേരില്ലെങ്കിൽ നീ ടീമിലില്ല. പിന്നീട് ഞാൻ തിരിച്ചറിയാണ്, 3 ആഴ്ച മുമ്പ് പ്രിന്റ് ചെയ്യാൻ കൊടുത്താണ് ആ ജേഴ്സി. 3 ആഴ്ച മുമ്പ്. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ ടീമിലുണ്ട്. ഐ ഫെൽറ്റ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ എൻ്റെ കുടുംബത്തിലെ 3ാമത്തെ മകനാണ്. എൻ്റെ അപ്പനും അമ്മയും കുട്ടിക്കാലം തുടങ്ങി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ പ്രതീക്ഷിക്കാണ്ടുണ്ടായ മകനാണെന്നാണ്. എനിക്ക് ഇതുവരെ അത് പിടുത്തം കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ നടക്കുമായിരുന്നു. ഊഷ് മൈ ഗോഡ്, ദേർ ഈസ് എ കിഡ്. കൃത്യമായി നമ്മൾ ജനിച്ചതിൻ്റെ പോലും ഓണർഷിപ്പ് എടുക്കുന്നില്ല. ഞാനെന്താ യേശു ക്രിസ്തു? കുട്ടിക്കാലം കൂടുതൽ കേൾക്കുന്നതാണ്, പ്രതീക്ഷിക്കാനുണ്ടായ മകനാണ്, പ്രതീക്ഷിക്കാതുണ്ടായ മകനാണ്. അതുകൊണ്ട് എന്നെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഭയങ്കര വാശിക്കാരനായിരുന്നു. അധ്യാപക ദമ്പതികളുടെ മകനായി ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്. ക്യാൻ യു ബിലീവ്? കുട്ടിക്കാലോടി കേട്ടത് അതാന്നേ. എൻ്റെ അപ്പനമ്മയെ കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിരുന്നെങ്കിൽ, എന്നെ അക്കോമഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും മോശപ്പെട്ടവനാവില്ലായിരുന്നു. എന്തൊക്കെയോ കൃപ കൊണ്ട് വഴിതെറ്റി തിരക്കേടില്ലാത്തൊരു പാത്തിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ.
ഇന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയോടൊപ്പം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ജീവിക്കുന്നത് ഞാനാ. അപ്പനെ ആശുപത്രി കൊണ്ടുപോകാൻ, അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ, അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ആദ്യം മരുന്ന് കഴിക്കമ്മേ. എന്നിട്ട് അമ്മ വീഡിയോ കോളിൽ മൂത്ത മകൻ ആദർശിനെ വിളിക്കും, ആർഷേ ആശുപത്രിയിൽ പോയി, ഒരു കുഴപ്പമില്ല, നമ്മുടെ ജോസഫ് ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും സമാധാനമുണ്ട്. പ്രതീക്ഷിക്കാതെ ഉണ്ടായ മകനാണ് അവരുടെ പ്രതീക്ഷ. യു നെവർ നോ, യു നെവർ നോ. നിങ്ങൾ ഇന്ന് കുറ്റം പറയും നിങ്ങളുടെ മകൻ. ഇപ്പം വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് എന്തിൻ്റെ പേരിലാണോ പരിഹസിക്കപ്പെടുന്നത്, യു നെവർ നോ. വിൽ സ്മിത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് വിൽ എന്നാണ്. വിൽ, അതൊരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഉണ്ട്. ഞാൻ പേടായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തൊരു വചനമല്ല വാക്ക്, അത് സെമിനാരിൽ പോയിട്ടാണ് വചനം എന്നൊക്കെ വന്ന് വാചകം പറയാൻ പറഞ്ഞാൽ അതിതാണ്, ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക് നോട്ട് ലോജിക്. ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക് നോട്ട് ലോജിക്. ലോജിക്കുകളുടെ ബേസിലല്ല എന്ന് തോന്നുന്നു ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. കാരണം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയോ മാജിക് നടന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് എൻ്റെ സ്റ്റേജിലേക്ക് വിളിച്ചു. അന്ന് എൻ്റെ ചേട്ടൻ എഴുതി തന്ന പ്രസംഗം ഉണ്ടായിരുന്നു. അതിലൊരു വരി ഇങ്ങനെയാണ്, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറി വിരിച്ചു നിന്ന ധീര ജവാന്മാരുടെ ചുടുനിണം വീണ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇതൊക്കെ പറയണോ? അപ്പോൾ ഇത് പറയണം, ഇത് ജോസാർ എഴുതി തന്നാണ്, നല്ല വരി, രോമാഞ്ചം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. പ്രസംഗം കേൾക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. പ്രാഞ്ചേട്ടൻ്റെ പ്രസംഗം കേൾക്കാൻ ഇന്നസെൻ്റ് വന്നിരിക്കണം. എൻ്റെ അപ്പനും അമ്മ എൻ്റെ ആദ്യത്തെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നു. ഓൾറെഡി കുരുത്തം കണ്ട ചെക്കൻ 4ാം ക്ലാസ്സിൽ എത്തി തുടങ്ങി. മാനസാസിന് വിനീതമായി കുപ്പുകൈ. ഇന്ന് ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ. ഇപ്പൊ ചേട്ടൻ അവിടെ നിന്നിട്ട് വിരിമാറടാ കഴിഞ്ഞ് ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ. കന്യാസ്ത്രീ വന്ന് ചെവിക്കൂടെ പറഞ്ഞത് മൈക്കിക്കൂടെ കേട്ടു, വെടിവെച്ചത് മതി പോരെ. സ്റ്റേജ് കണ്ട കാല് വിറയ്ക്കുന്ന ഞാൻ. അത് കഴിഞ്ഞ് അടുത്ത സ്പീച്ചിന് കയറുന്നത് KCSL, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ ലീഡർ ആവാൻ 6ാം ക്ലാസ്സിൽ എന്നെ ഇതുപോലെ തള്ളിവിട്ടു. അപ്പനമ്മ അധ്യാപകരാണ്, അതുകൊണ്ട് തള്ളിവിടും. അധ്യാപകരുടെ മകൻ, ഇവിടെ അധ്യാപകരുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ? കൈവക്കാവോ? ഒരു 7 പേരുണ്ട്. നമുക്ക് 1 മിനിറ്റ് അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. എന്താണല്ലേ ഇത് ജോസാറിൻ്റെ മോൻ, അന്നംകുട്ടി ടീച്ചറിൻ്റെ മോൻ. ഇതാണ് ജീവിതം. KCSL ലീഡർഷിപ്പ് എനിക്കൊരു താല്പര്യമില്ല കയറാൻ. അപ്പം ടീച്ചർ, ജോസഫ് നമ്മുടെ സ്കൂളിലെ റെപ്രസെൻറ്റേറ്റീവ്, നീ കയറണം, ജോസാറിൻ്റെ ജീനല്ലേ. അതൊക്കെ പ്രതീക്ഷിക്കാനുണ്ടായതാണ്. നമ്മളെ സ്റ്റേജിലേക്ക് തള്ളിവിടുന്നു. ഫോർമാറ്റ് എനിക്കറിയാം. മാന്യസാസന വിനീതമായി കുപ്പുകൈ. ഇന്ന് KCSLൻ്റെ ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പാണല്ലോ. എന്നെ ലീഡറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ KCSLന് നേരെ ചീറിപ്പായുന്ന എല്ലാ വെടിയുണ്ടകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ വിരിമാറി വിരിച്ച് കാണിക്കുന്നതായിരിക്കും. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിറങ്ങി. കുട്ടികളോട് ചോദിക്കും, ജോസഫ് ലീഡറായി വരണമെന്നുള്ളവർ കൈപൊക്കിയേ. നിഷ PS എന്നൊരു കുട്ടി കൈപൊക്കി. അവൾ 4ാം ക്ലാസ്സിൽ എൻ്റെ വെടിയുണ്ട ലൈവ് കേട്ടതാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, വർഷങ്ങൾ ഒരുപാട് കടന്നു വന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കൈയടിക്കുന്നു, നിങ്ങൾ ചിരിക്കുന്നു. ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക് നോട്ട് ലോജിക്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ടോപ്പിക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈഫിൽ നിങ്ങൾ എത്ര ഉന്നതിയിലെത്തിയാലും ലൈഫ് ഈസ് നോട്ട് പെർഫെക്റ്റ്. സിനിമയിൽ കയറാൻ ആഗ്രഹിച്ച ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഓസ്കാർ കിട്ടിയ ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിനിമയിലൊന്നൊരു റോള് കിട്ടിയിരുന്നെങ്കിൽ അന്വേഷിച്ച് മടുത്ത് എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ ചെയ്തു. ഓസ്കാർ കിട്ടിയവൻ ആത്മഹത്യ. അപ്പോൾ ഓസ്കാർ അല്ല പ്രശ്നം, സിനിമയല്ല പ്രശ്നം. ഫോബോയ്ക്കും പ്രാക്ടീസ് കമ്പാഷൻ. അവനവനോട് കുറച്ചുകൂടി കരുണാണെങ്കിൽ, ചുറ്റുമുള്ളവർ കരുണാണെങ്കിൽ. ഒരു കാര്യം കൂടി പറയാം, ഒരു കൂട്ടുണ്ടായിരിക്കണം. ഒരു കൂട്ട്, എല്ലാം തുറന്നു പറയും. ഒരു ഗുരു നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടുകാരൻ. ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി എത്ര 800 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? പണ്ടൊരാൾ പറഞ്ഞോണം, ചേട്ടാ എൻ്റെ കൂടെ വന്ന 50 പേർക്ക് വഴി തെറ്റിയെന്ന്. വഴി തെറ്റിയത് പുള്ളിയാണ്. പുള്ളി എൻ്റെ കൂടെ വന്ന 50 പേർക്ക് വഴി. നമ്മൾ ഓൺ ചെയ്യണം. എന്നെ എന്താ ആരും വിളിക്കാത്തേ? ആസ്ക് യുവർ സെൽഫ്, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്ന എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചില ആളുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ നിറയും, എടാ എവിടെയായിരുന്നു വാ. ചിലരെ കണ്ടോ, മൈ ഗോഡ് എസ്കേപ്പ്. നിങ്ങൾ എസ്കേപ്പിലാണോ വരുന്നത്, അത് നിങ്ങളെ കാണുമ്പോൾ മനുഷ്യ ഹൃദയം തുടിക്കുന്നുണ്ടോ? വർക്ക് ഓൺ യുവർ സെൽഫ്. ഐ എം നോട്ട് പെർഫെക്റ്റ്. ഈ ഞാൻ നാളെ ആത്മഹത്യ ചെയ്തുള്ള വാർത്ത കേട്ടാൽ ഞെട്ടൊന്നും വേണ്ട. എനിക്കൊരു കൂട്ടില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റുന്നത്, ജീവിതം മുമ്പോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന 6 പേര് എനിക്ക് സ്വന്തമായിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയും അല്ലാണ്ട്. ഒന്ന് വിളിച്ചാൽ ബൈക്ക് എടുത്ത് വരാൻ ഒരാളുണ്ട്. അവിടെ തകർന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടാവാന്ന് പറയാൻ ആളുണ്ട്. എന്നെനിക്ക് ചായാൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭാര്യ എനിക്കൊരു തോളുണ്ട്. ആരെങ്കിലും നിങ്ങൾ കണ്ടെത്താതെ ഇവിടെ നിന്ന് കടന്നു പോകരുത്. ആത്മഹത്യ എന്ന് ചിന്തിക്കുമ്പോൾ ആർക്കും ചിലപ്പോൾ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര തവണ മടിപ്പിലൂടെ കടന്നു പോയണോ. നിങ്ങൾ ചതിക്കപ്പെടും. പ്രണയം, ബ്രേക്കപ്പ്, ഇതിൻ്റെ പേരിലൊന്നും ഈ ലൈഫിനെ ഇങ്ങനെ കളയരുത്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ ബ്രേക്കപ്പ് ലൈഫിൽ ഉണ്ടായവർ വലതുവശത്തേക്കും അല്ലാത്തവർ ഇടതുവശത്തേക്കും മാറാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ എന്നറിയാൻ, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും സങ്കടം ഉണ്ടെന്ന്, എല്ലാവർക്കും സങ്കടം. നമ്മുടെ മാത്രമാണെന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഫോമോ തോന്നുന്നത്. ഇത്രയും നേരം രസകരമായി എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്നതാണ്, ഞാൻ ആൻസർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഹായ് ജോസഫ്, ഐ എം അസിൻ. എൻ്റെ ചോദ്യം ഇതാണ്: 20 വർഷം മുമ്പുള്ള ചെറിയ ജോസഫ് ഇന്ന് ഈ നിൽക്കുന്ന താങ്കളെ കാണുകയാണെങ്കിൽ വിജയത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് കോംപ്രമൈസസ് ഉണ്ടെങ്കിൽ അത് ആ കുട്ടി കാണുകയാണെങ്കിൽ നിരാശപ്പെടുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ കഴിവുകേടാണത്, നിങ്ങളുടെ വലിയ ചോദ്യമായിരിക്കും അത്. സർ, ഈ കരിയറിൽ നടന്നിട്ടുണ്ടല്ലോ, ഈ കരിയർ ഫുള്ള് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോംപ്രമൈസ് ചെയ്തതിനെ ചെയ്തിട്ടുണ്ടോന്നാണോ? ചെയ്തിട്ടുണ്ടതിൽ ആ കുട്ടി ഇപ്പൊ കാണുകയാണ്, ഇപ്പൊ ഈ നിൽക്കുന്ന താങ്കളെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും നിരാശപ്പെടുമോ? എൻ്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ലൈഫ് സംഭവിച്ചത്, ഐ നെവർ ഓൺ എനിത്തിങ് ദാറ്റ് ഐ ഹാവ്. ഇപ്പം ദൈവം എന്നോട് പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, ജോസഫെ ലൈഫ് ഒന്ന് വീണ്ടും എഴുതണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയും, കർത്താവെ പേന അങ്ങോട്ട് തന്നെ പിടിച്ചോ, നിങ്ങൾ വളരെ മനോഹരമായി എഴുതുന്നുണ്ട്, ഞാൻ വെറുതെ നിന്ന് തരാമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭീകരമായൊരു കോംപ്രമൈസസ് ഒന്നും, എൻ്റെ ലൈഫൊക്കെ വേറെ വഴി കൂടെ പോയി. 10ാം ക്ലാസ് സെമിനാരിൽ പോയി. സെമിനാരി ഇന്ന് ഇറങ്ങി നേരെ പോയത് ബാംഗ്ലൂരിലേക്ക്. നോക്കൂ എന്തൊരു നല്ല ചെമ്പാണത്. അവിടെ നിന്ന് MBA പഠിക്കുന്നു. MBA പഠിച്ച് ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ ചൈനയ്ക്ക് പോകുന്നു. ചൈനയിൽ ജോലി, മാസം 75,000 രൂപ സാലറി, ഫുൾ ചെലവ് കമ്പനി എടുക്കുന്നു, ഫാമിലിയുടെ ഉൾപ്പെടെ. എനിക്ക് ആ ജോലി വേണ്ട, ഞാൻ മടുത്ത് രാജിവെക്കുന്നു. ഒരു വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോ വൈറലാവുന്നു. ആ വീഡിയോ കണ്ടിട്ട് റേഡിയോ മിർച്ച് വിളിക്കുന്ന ഞാൻ RJ ആവുന്നു. RJ ആയി കഴിയുമ്പോൾ ജിസ് ജോയ് സിനിമയ്ക്ക് വിളിക്കുന്നു. വിജയ് സുബ്രം പൗർണമി സിനിമയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു. എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ സിനിമയിലെത്തിയത്. ഇഫ് യു ആസ്ക് മീ, മൈ ലൈഫ് ഇസ് എ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് കോയിൻസിഡൻസസ്. ദ ഓൺലി തിങ് ഐ ഡിഡ്, ഐ ജസ്റ്റ് ഫോളോഡ്. I just accepted the flow of life. Thank you. Thank you, sir. അവിടെ ഒരാൾ കൈ ഉയർത്തിയിട്ടുണ്ട്. വേറെ ആരും വിളിച്ചതാണോ അവിടെ? അല്ലേ, ചെവിയിൽ ഫോണുള്ളതുകൊണ്ട് ചോദിച്ചതാണ്. അത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് അവൾ കൈ പൊക്കിയതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്, താങ്കളുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും സ്നേഹം, കാമം, ഭ്രാന്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചാരന്മാരെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. 2 പുസ്തകങ്ങളാണ്. അപ്പോൾ ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം ജോസഫ് കണ്ടെത്താറുണ്ട്? എത്രത്തോളം ടൈം ഇതുവരെ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്? ജീവിതത്തിൽ നിന്ന് എത്ര സമയം മാറ്റി വെക്കാറുണ്ട്? എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കാറ്? അപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ അതിന് കാരണം വിജയ് സൂപ്പറും പൗർണമി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ക്ലിപ്സ് എല്ലാം ഓർമ്മ വന്നതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച ആ ക്യാരക്ടറിന്റെ പേരില്ല. അതെ, കറക്റ്റ്. അതെ, ജോസഫ് അന്നക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞ സിനിമ 2ാമത് എടുത്ത് കണ്ട വ്യക്തിയാണ് ഞാൻ. അപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉത്തരം, ഓരോ ബുക്കിനും 4 വർഷത്തോളം എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ പുതിയ ബുക്ക് ഇറങ്ങുന്ന ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നാണ്. 4 വർഷം എടുത്തിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഡെയിലി റൈറ്റിംഗ് ഇല്ല. നമുക്ക് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യർ എന്തുകൊണ്ടൊക്കെയോ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് കൺഫസ് ചെയ്യുന്നുണ്ട്.
ഇയാളിൽ എന്തോ ഉത്തരം ഉണ്ടായാൽ ഇയാൾ എന്തെങ്കിലും പറയുമായിരിക്കും എന്ന് കരുതിയിട്ട് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഉത്തരവില്ല. പക്ഷേ ഈ അനുഭവങ്ങൾ തീവ്രമാണ്. നമ്മൾ അതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് ചിലപ്പോൾ ചില ഫിക്ഷൻ എലിമെൻ്റ് ഒക്കെ ആഡ് ചെയ്ത് എഴുതി വരുമ്പോൾ 4 വർഷം എടുക്കുന്നതാണ്. ഞാൻ ഇന്നും 2 കഥ, അടുത്ത ആഴ്ചക്കുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ ഐ ഡോണ്ട് നോ. ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് കഥ എഴുതണം എന്ന് പറഞ്ഞ് നടന്ന് കുറേ നാളായി എഴുതുന്നു. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ ഒരു സിനിമയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്. ഞാൻ വെറുതെ സിനിമ എഴുതാമെന്ന് പറഞ്ഞ് അവിടെ ഇവിടെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. നാളെ ഒരിക്കൽ ഈ സിനിമയ്ക്ക് എത്ര കാലം എടുത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ കുഞ്ഞുനാൾ ഒടിയെന്ന് പറയേണ്ടി വരും. ബുക്കിൻ്റെ കാര്യത്തിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. നല്ല അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ പകർത്തി വയ്ക്കുന്നു, അതിൻ്റെ മൂർച്ച പോവാണ്ട്. ദാറ്റ്സ് ഇറ്റ്. അവിടെ ദൈവവിളിയാണോ? അല്ല, ഇവിടെ. ഓക്കെ, ഹായ്. ഹായ്, എൻ്റെ പേര് ഗൗരി ഭദ്ര എന്നാണ്. ഞാനിവിടെ MA ജേർണലിസം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഒരു ഇൻസിഡൻറ്റ് എനിക്കിന്ന് നടന്നു. അപ്പോൾ എനിക്ക് അതിന് എന്തെങ്കിലും മോട്ടിവേഷൻ തരാൻ പറ്റുമോ എന്ന് ചെറുതായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നത്. അപ്പം എന്നെ ഇവിടെ PR ആൻഡ് മീഡിയ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഫുൾ സെലിബ്രിറ്റീസിൻ്റെ ബൈറ്റൊക്കെ എടുക്കുന്നത് ഞാൻ ഫുൾ ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം ഞാൻ ആ ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഈ കോളേജിൽ വെച്ച് എപ്പോൾ കണ്ടാലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നൊരു കുട്ടി. ഞാൻ ഈ ഡോറ് ഇറങ്ങി ഹായ് എന്ന് പറഞ്ഞപ്പം ഈ കുട്ടി വാട്ട് ദാന്ന് ചോദിച്ചിട്ട് കേഴ്സ് വേർഡ് എന്നെ വിളിച്ചു. ഞാൻ ഇങ്ങനെ വാ വിളിച്ചിരിക്കുക. അത്രയും നേരം ഫുള്ള് ഹാപ്പി ആയിരുന്നു, സെലിബ്രിറ്റീസിനോട് മിണ്ടുന്നു, അങ്ങനെ ഇങ്ങനെ അങ്ങ് നടക്കുക. ഇത്രയും നേരം ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോഴും ജോസഫ് തമാശ പറയുമ്പോൾ ഒക്കെ എൻ്റെ തലയിൽ ഇത് മാത്രം ഈ ലൂപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക. വാട്ട് ദ ഈ ഒരു സാധനം മാത്രം. അപ്പം തന്നെ ഞാൻ വാഷ്റൂമിൽ പോയി കരഞ്ഞു. കുറേ പഞ്ച് ലൈനൊക്കെ എൻ്റെ മനസ്സിൽ വന്നു ആ കൊച്ചിനോട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഈ ഒരു സാധനം ഈ രാവിലെ തൊട്ട് സന്തോഷിച്ചിരുന്നിട്ട് ഈ ഒരു 10 സെക്കൻഡ് ഈ കൊച്ചെന്നെ ചീത്ത വിളിച്ചോ. ഒരു കുഴപ്പമില്ല ഞാനും ആ കൊച്ചും തമ്മിൽ. എന്തിനാണ് ആ കൊച്ചിനെ ചീത്ത പറഞ്ഞതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ കൊച്ചിനോട് പറയാൻ വേണ്ടി അല്ലേ ഇവിടെ ഉണ്ടെങ്കിൽ കേട്ടോ. നമുക്ക് നമ്മുടെ ഈഗോയിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഈഗോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചെറിയ വിഷമം വരും. ബട്ട് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ഈഗോ. ഞാനൊരു കുഞ്ഞ് ഇൻസിഡൻറ്റ് പറയാം. ഞാൻ കാർ ഓടിച്ച് പോവാണ്. ഹ്യുണ്ടായി വെർണ, പുതിയ വണ്ടിയാണ്. ഞാൻ ഈ നന്മ മരുന്നൊക്കെ ചീത്തപ്പേര് കിട്ടി തുടങ്ങുന്ന കാലം. ഇപ്പോൾ ഒരു പെൺകുട്ടി വരാണെങ്കിൽ, ജോസഫ് പെൺകുട്ടിയാണെങ്കിൽ അല്ലയോ സ്ത്രീയെ കടന്നു പോകൂ എന്ന് പറയുന്ന അങ്ങനെയൊക്കെ എന്നെക്കുറിച്ചുള്ളൊരു തെറ്റായ ഇമേജുള്ളൊരു ഡീസൻ്റാണ് എങ്കിലും ഞാൻ വണ്ടി ഓടിച്ച് പോവാണ്. ഒരാൾ സൈഡിൽ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോകുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ധൃതിയുണ്ട്. ഒറ്റ ടേക്കങ്ങ് എടുത്തു. അയാൾ ഇടിച്ചില്ല എന്ന മട്ടിൽ എൻ്റെ വണ്ടി പോയി. അയാൾ ഉറക്കം ചോദിക്കണം, നിൻ്റെ അമ്മേനെ കെട്ടിക്കാനാണ് നീ പോകുന്നത് എന്നോട് ചോദിച്ചു. അകത്തിരിക്കുന്നത് ഈ പറയുന്ന സോ കോൾ നെയിം ഉള്ള ഒരാൾ, ജോസഫ് അനോഡിയോ നല്ലത് പറയുന്ന ഒരാൾ. ബട്ട് ഫസ്റ്റ് ഐ എം എ റോ ഹ്യൂമൻ ബീങ്. മനസ്സിൽ വരുന്ന എന്താട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ഓപ്ഷൻ അതാടാ നിൻ്റെ അമ്മേനെ കെട്ടിക്കാനാണ് പോകുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഇതിന്. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ജോസഫ് കുട്ടിയാണല്ലോ. എൻ്റെ വീഡിയോ മൂലം ഒരുപാട് പേര് നന്നായിട്ടുണ്ട്. നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ഒരാൾ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ നമ്മുടെ റോ ആയിട്ടുള്ള ഹ്യൂമൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മൾ അടുത്ത സിഗ്നലിൽ വീണ്ടും ബ്ലോക്കിൽ നിൽക്കുന്നു, ഈ ചേട്ടൻ പുറകിൽ നിൽക്കുകയാണ്. നമ്മൾ ചെയ്ത വീഡിയോസ് നമ്മളെ സഹായിക്കുകയാണ്. വിൻഡോ താത്തുന്നു, ഞാൻ കൈ പൊക്കി, ആ ചേട്ടൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, തൊട്ടടുത്തുണ്ട്, വരുന്നത് കൈ ആയി പൊക്കിയിട്ട് ചേട്ടാ സോറി, കണ്ടില്ല. എൻ്റെ അമ്മയ്ക്ക് വിളിച്ച ആ മനുഷ്യൻ ഹെൽമെറ്റിൻ്റെ വയസ്സ് ഇങ്ങനെ പൊക്കിയിട്ട് സോറി. ഇത്ര ഉള്ളൂ മനുഷ്യൻ. ഇനിയിപ്പോൾ ആ കൊച്ചിനെ നാളെ കണ്ട് എന്നോട് ഒന്ന് സംസാരിച്ചാൽ ഞാനിപ്പോൾ ആ മോളേന്ന് പറയൂ. പക്ഷേ ആ മോളെന്ന് പറയണ്ട. ആ മോളെ നിങ്ങൾ ഫേക്ക് ചെയ്താൽ നിങ്ങൾ എങ്ങും രക്ഷപ്പെടാൻ പോണില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ ജാട ഇട്ട കൊച്ചിനോട് മിണ്ടാതെ പോകണോ, അല്ലെങ്കിൽ ആ സാരിയല്ല മോളെന്ന് പറയണോ? അത് ഇപ്പൊ എന്നോട് ഈ ചോദ്യം കാണിച്ച ധൈര്യം ആ കുട്ടിയോട് ചോദിച്ചൂടെ? എനിക്ക് അതിനുള്ള ഓക്കെ, താങ്ക് യു. നമുക്കിത് കഴിഞ്ഞ് ഇവിടെ സെഷൻ ഉണ്ടോ? ഓക്കെ, എന്നെ പോലെ ആരോ ഫോമോ അനുഭവിക്കുകയാണ്. ഇതാരാണ്? ബാഹുൽ, വി ആർ ഗോയിങ് ത്രൂ ഫോമോ. ഹലോ, ഹായ്, എൻ്റെ പേര് ഇബ്രാഹിം ബാദുഷ. ഞാൻ ജോപ്പൻ്റെ വാട്സപ്പ് ചാനലിലെ അംഗം കൂടിയാണ്. പിന്നെ ഞാൻ എഴുതിയിട്ടുള്ള ബുക്കുകളെല്ലാം വായിച്ചിട്ടുണ്ട്. ഒരു സിഗ്നേച്ചറിന് വേണ്ടിയുള്ള റിക്വസ്റ്റും കൂടിയാണിത്. പിന്നെ ഇപ്പോൾ എഴുതിയ ബുക്സൊക്കെ ഉണ്ടല്ലോ, അതിൽ വ്യത്യസ്തമായിട്ടുള്ള ബുക്കാണ് നമ്മുടെ ആരും കാണാത്ത യുദ്ധങ്ങൾ, അങ്ങനെ എന്തോ ആണല്ലോ ഞാൻ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട് ബുക്ക് തന്നെ. ഓക്കെ,
എൻ്റെ ചോദ്യം ഇതാണ്, ബ്രേക്കപ്പ് ഈസ് നോട്ട് എ വേക്കപ്പ് എന്ന് പറഞ്ഞത്. ഉം. മാറിപ്പോയാണ് ടെൻഷൻ കൊണ്ട്, സോറി. എനിക്ക് മാറി പോവാറുണ്ട്, പറഞ്ഞു. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും പറയുമ്പോൾ ഉമ്മച്ചിയായാലും വാപ്പിച്ചായാലും ഞാൻ ഒരു നമ്മുടെ വായിൽ തന്നെ ഒരു ദേഷ്യപ്പെടുമ്പോൾ ഒന്നും സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കൊരു അഡ്വൈസ് അതിന് പറ്റിയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടാ, ഞാൻ ഡെയിലി അപ്പനോട് തർക്കിക്കുന്ന ഒരാളാണ്. ഓക്കെ. ഞാൻ കാര്യം പറയാം. ഇപ്പോൾ ഇതും കൂടി പറഞ്ഞു ബാഹുൽ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി ഒരു ചോദ്യം വേണ്ടല്ലോ, അവരുടെ ടൈം കളയണ്ട. ലാസ്റ്റ് ചോദ്യം നമുക്ക് എന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ. എൻ്റെ ഫാദറായിട്ട് ഞാൻ എപ്പോഴും തർക്കിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം എൻ്റെ അപ്പച്ചൻ്റെ വിചാരം കേരളത്തിലെ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞ ഏറ്റവും ഫേമസ് ഞാനാണെന്നാണ്. അപ്പം വിചാരം ഞാൻ എന്തോ ആണെന്നാണ്. അപ്പം പറയും, എടാ നിൻ്റെ വീഡിയോസിന് 1 lakh വ്യൂസ് പറഞ്ഞിങ്ങനെ പറയും. അപ്പ 1 lakh വ്യൂസ് ഒന്നുമല്ല, അപ്പം പേളിമാരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്ക്, 5 million ഒക്കെയാണ്. നമ്മളൊക്കെ ചീക്കയാണ്. അപ്പം ഞാനൊക്കെ നീ ചീക്കൊന്നുമല്ല. എത്ര പറഞ്ഞാലും അപ്പൻ ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ വാതാറും നാട്ടുകാരോട് മുഴുവൻ പറയുമ്പോൾ ഞാൻ ഹ്യൂമിലേറ്റഡ് ആവാറുണ്ട് ചിലപ്പോൾ. ഈ തർക്കിക്കുന്ന അപ്പനോട് മെല്ലെ മെല്ലെ ഞാൻ മനസ്സിലാക്കുന്ന, അപ്പൻ ബൈക്ക് ഓടിക്കുമ്പോൾ അപ്പൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ഇടയ്ക്ക് വിറക്കണേ കണ്ടായിരുന്നു. പഴയ പോലെ സ്റ്റഡി അല്ല അപ്പൻ. അപ്പൻ്റെ ഫോണിൽ കിടന്ന് പലപ്പോഴും അപ്പം പോലും അറിയണേ മിസ് കോളുകൾ വരുന്നുണ്ട്. ഒച്ച എടുത്തിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി. ഹീ ഈസ് ഗെറ്റിംഗ് ഓൾ 78. എനിക്കിനി ചെയ്യാവുന്നത് ഇനി ഉള്ള കാലം ആ മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നു അയാളെ പൊന്നു പോലെ നോക്കാമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അപ്പൻ ഫോൺ വാങ്ങിച്ചിട്ട് ഫോൺ കവർ പുതിയത് വാങ്ങിച്ചു. അതിൻ്റെ പുറകിൽ അപ്പൻ്റെ പേരും നമ്പർ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പ എന്താണ് ഈ ഫോണിൻ്റെ കവറിന് ട്രാൻസ്പെറൻറ്റ് കവറല്ലേ, അതിൻ്റെ പുറകിൽ അപ്പൻ്റെ പേരും നമ്പറും. ഞാൻ ചോദിച്ചു, അപ്പം എന്തിനാ പേരും നമ്പറും? ഏട്ടാ, എൻ്റെ ഫോൺ കാണാണ്ട് പോയ ആർക്കെങ്കിലും കിട്ടിയാൽ എന്നെ വിളിച്ച് പറയാലോ. അപ്പൻ ചെയ്താണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഞാൻ ചെയ്യുന്നത്, അപ്പൻ എന്ത് പൊട്ടറാപ്പാ. അപ്പം അപ്പൻ എനിക്ക് ഉദാഹരണം സഹിതം വ്യക്തമാക്കി, എടാ നിനക്ക് മനസ്സിലാവാൻ ചേട്ടന്ന്, എൻ്റെ ഫോൺ ഇപ്പോൾ ജേക്കബ് സാറിന് കിട്ടുകയാണെങ്കിൽ പുള്ളിക്ക് എന്നെ വിളിച്ച് പറയാലോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പാ അപ്പൻ്റെ ഫോൺ അയാളുടെ കയ്യിലല്ലേ. ഞാൻ ചെയ്തത് എന്താണ്, ഞാൻ ഒച്ച എടുത്തില്ല. എനിക്ക് മനസ്സിലായി അപ്പന് പ്രായമായിരിക്കും, നാളെ നീ ഇതിലപ്പുറം ചെയ്യും. അപ്പം ഇത് എന്തുകൊണ്ടാണ് എഴുതിയത്? പെർമനൻറ്റ് മാർക്കർ. ഓക്കെ. ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നത്, എടി നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടോ? ഉണ്ട് കേട്ടോ, കുറച്ചതാ. അപ്പം ഞാൻ അപ്പൻ്റെ മൊബൈലിൽ നിന്ന് ആ കവറ് മാറ്റിയിട്ട് നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് എൻ്റെ അപ്പൻ മറ്റുള്ള റൂമിൽ നാണം കെടാതിരിക്കാൻ വളരെ നിശബ്ദമായി ഓരോച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് ഇത് തൂത്തിട്ട് കൊടുത്തു. അപ്പ പിടിച്ചോ. ഐ ബിക്കേം എ ബെറ്റർ സൺ. മനസ്സിലാക്കിക്കോ, അപ്പനും അമ്മ അധികം കാലം കൂടെ ഉണ്ടാവില്ല. അവർ കയ്യിലുള്ളപ്പോൾ അവർക്കുള്ള മിസ്റ്റേക്കുകൾ നമ്മളിപ്പോഴേ എളുപ്പമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ അമ്മ കവിയൂർപ്പന്നമ്മേ ഞാൻ മോഹൻലാലോളോ അല്ല. ഉണ്ണി ചോറ് നോ, സ്ഥിരം പുട്ടും കടലേം തന്നെ. പക്ഷെ ആ പുട്ടും കടലേം തരാൻ അവരവിടെ ഉണ്ട് എന്നുള്ളൊരു ഫാക്റ്റ്. ഞാൻ ഇന്ന് ടോക്ക് കഴിഞ്ഞ് രാത്രി എത്തുമ്പോൾ ഗേറ്റ് തുറക്കാൻ എൻ്റെ അപ്പൻ ഇങ്ങനെ കുനിയുന്നുണ്ടെന്നുള്ളൊരു ഫാക്റ്റ്. അകത്ത് കയറുമ്പോൾ നിനക്കൊരു കട്ടൻ ചായ വേണമെന്ന് ചോദിക്കാൻ ആ സ്വരമുണ്ട് എന്നുള്ള ഫാക്റ്റ്. യു വിൽ മിസ് ദിസ്. ദാറ്റ് ഡേ യു വിൽ റിഗ്രറ്റ്. അതുകൊണ്ട് ഇന്ന് തുടങ്ങി ജസ്റ്റ് ലവ് ദം. താങ്ക് യു.